ഹല്ലേലൂയ. ഈ മകള് കുടുംബം സൂററ്റിലാണ് അല്ലേ? സൂററ്റിലാണ്. ഈ മകൾക്ക് ഗൗരവമുള്ള ഒരു രോഗത്തിലായിരുന്നു. ഭക്ഷണം കഴിച്ചാൽ അന്നേരം ശ്രദ്ധിക്കുക അല്ലേ? ശ്രദ്ധിക്കുക. ഈ നെഞ്ചിന് ഭയങ്കര വിമിഷ്ടം, ഒരു വല്ലാത്ത അവസ്ഥയാണ്. ഇപ്പോൾ സാക്ഷ്യം പറയും, നമുക്കത് കേൾക്കാം. ഇന്നിവിടെ വന്ന് പ്രാർത്ഥിച്ചു, യേശു ആ മകളെ തൊട്ടു. പേര് ജീന. ഞങ്ങൾ സൂററ്റിലാണ് താമസിക്കുന്നത്. ഒരാഴ്ച ട്രീറ്റ്മെൻറ്റിന് വേണ്ടിയാണ് നാട്ടിലേക്ക് വന്നത്. ഞാൻ സൂററ്റിൽ വെച്ച് സാബു ബ്രദറിൻ്റെ യേശു ആരിലും വലിയവൻ എന്നുള്ള എപ്പിസോഡും ക്ലാസ്സും സാക്ഷ്യം കേട്ട് കരഞ്ഞ് പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു. ഇവിടെ ടെസ്റ്റുകളെല്ലാം ചെയ്തു. അസുഖം, ഭക്ഷണം എനിക്ക് കഴിക്കാൻ ഒട്ടും തന്നെ പറ്റുന്നില്ല. കഴിക്കുമ്പോൾ നെഞ്ചത്ത് ഭയങ്കര പ്രയാസം, ഛർദിയും ഭയങ്കര വിഷമായിരുന്നു. ഇന്ന് ഇവിടെ വന്ന് നാളെ എറണാകുളം PVS ഒരു ടെസ്റ്റ് ഉണ്ട്, എനിക്ക് ചെല്ലാൻ പറഞ്ഞു. അതിന് ശേഷം തീരുമാനിക്കാം എന്ന് പറഞ്ഞു. ഇവിടെ വന്ന് സാബു ബ്രദറിനെ കണ്ട് തലയിൽ കൈവച്ചു പ്രാർത്ഥിച്ചു. ബ്രദർ പറഞ്ഞു ധൈര്യമായിരുന്നു, വയറ് നിറയെ ഭക്ഷണം കഴിക്കാൻ ധൈര്യത്തോടു കൂടി വരാൻ പറഞ്ഞു. ഭക്ഷണം കഴിച്ചപ്പോൾ യാതൊരു ബുദ്ധിമുട്ടും എനിക്ക് അനുഭവപ്പെട്ടില്ല. 1.5 മാസത്തിന് ശേഷം ഞാൻ ഉച്ചയ്ക്ക് വയറ് നിറയെ ഭക്ഷണം കഴിച്ചു. ദൈവത്തിന് നന്ദി. ഒരു കുഴപ്പമില്ല ബ്രദർ. 1.5 മാസത്തിനു ശേഷം ഇന്ന് ഉച്ചയ്ക്ക് പ്രാർത്ഥന കഴിഞ്ഞു. ഞാൻ പറഞ്ഞു ഛർദ്ദിക്കത്തില്ല, ധൈര്യമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറഞ്ഞു. വയറ് നിറച്ചു ഭക്ഷണം കഴിച്ചു. നെഞ്ചിനും പ്രയാസമില്ല, വയറിനും കുഴപ്പമില്ല, ഒരു പ്രയാസമില്ല, ഒരു ബുദ്ധിമുട്ടുമില്ല. ഇല്ല ബ്രദർ, ഒരു പ്രയാസമില്ല. കർത്താവ് സൗഖ്യമാക്കി. കൈയടിച്ച് യേശു എന്ന് മഹത്വപ്പെടുത്തുകേ. ഹല്ലേലൂയ. ഞാൻ ഭക്ഷണം കഴിച്ചത് ഇവിടെ അടുത്തൊരു വീട്ടിലെ ചേച്ചി, ഒരു പരിചയം ചേച്ചി ബ്രദർ പറഞ്ഞു ഭക്ഷണം കൊടുക്കണം, വയറ് നിറച്ച് ഭക്ഷണം കൊടുക്കാൻ പറഞ്ഞു. ഇവർ ആങ്ങളെയും പെങ്ങളും കൂടിയും കുറേ കടകളിലൊക്കെ കയറി ഇറങ്ങി ഭക്ഷണമൊന്നും കിട്ടിയില്ല. അങ്ങനെ വിഷമിച്ച് നടക്കുമ്പോൾ ഞാനിവിടെ നടന്ന ആരുടെയെങ്കിലും ഭക്ഷണം കിട്ടാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി ചുറ്റി നടന്നു. പക്ഷെ ഒന്നുമില്ല. ഞാൻ മാതാവിനോട് പറഞ്ഞു എൻ്റെ മോൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കണം എന്ന് പറഞ്ഞ് വിഷമിച്ചു. അങ്ങനെ നിൽക്കുമ്പോഴേ എൻ്റെ അനിയൻ്റെ ഭാര്യ ഇവിടെ വചനം കേൾക്കാൻ വന്നിട്ട് പോവുകയാണ്. ചോദിച്ചു നീ വന്നിട്ടുണ്ടായും ചോദിച്ചു. അങ്ങനെ ഞങ്ങൾ സംസാരിച്ചപ്പോൾ പറഞ്ഞു ഇതെൻ്റെ ഫ്രണ്ടാണ്, അവൾക്ക് ഇച്ചിരി ഭക്ഷണം കൊടുക്കണം, പക്ഷേ കിട്ടാൻ വഴിയില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ചേച്ചി ഒരു കാര്യം ചെയ്യും, എൻ്റെ അനുജത്തിൻ്റെ വീട് ഇവിടെ അടുത്താണ്, നമ്മൾക്ക് അവിടെ പോയി ഭക്ഷണം കഴിക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ ഞാനും അവളും അവിടെ ആങ്ങളെയും കൂടിയും പോയി അവരുടെ വീട്ടിൽ പോയി ഭക്ഷണം മേടിച്ച് വയറ് നിറച്ച് കൊടുത്തു. ഛർദിക്ക് അസ്വസ്ഥതകളൊന്നും കൂടാതെ ഈ നിമിഷം വരെ അവൾ കാത്തു പരിപാലിച്ചു. ഇനിയും കാത്തു പരിപാലിക്കുമെന്ന് പൂർണ്ണമായി ഞങ്ങൾ വിശ്വസിക്കുന്നു. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന.